അങ്ങനെ മനസ്സിൽ മാറ്റം വന്നാൽ എന്തു സംഭവിക്കും? തിന്മയുള്ള മനസ്സ് നന്മയുള്ളതാകും. ഇടയ്ക്ക് ഒരു വരി കൂടി പറഞ്ഞേക്കാം. ഒന്ന് ചിന്തിക്കുക, ഈ ലോകത്തില് പൂർണ്ണമായും നല്ല മനസ്സുള്ളവൻ എന്നൊരു വ്യക്തി ഇല്ല. പൂർണ്ണമായും ദുഷ്ടമനസ്സുള്ളവൻ എന്നൊരു വ്യക്തിയുമില്ല. എല്ലാവരുടെ മനസ്സിലും നന്മകളുമുണ്ട്, തിന്മകളുമുണ്ട്. ഇത് മറക്കരുത്. നമ്മളുടെ എല്ലാം ധാരണ ശ്രീകൃഷ്ണന്റെ മനസ്സിൽ നന്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല. ശ്രീരാമന്റെ മനസ്സിൽ നന്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല. യേശുക്രിസ്തുവിന്റെ മനസ്സിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. മുഹമ്മദ് നബിയുടെ മനസ്സിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. സോക്രട്ടീസിന്റെ മനസ്സിൽ നന്മ അല്ല. എല്ലാവരുടെ മനസ്സിലും നന്മകളുമുണ്ട്, തിന്മകളുമുണ്ട്. അളവിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ചിലരുടെ മനസ്സിൽ 90% നന്മകള്, 10% തിന്മകള്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സിൽ 50% നന്മകളും 50% തിന്മകളുമാണെങ്കിൽ നമ്മൾ എന്തിനാ ഗുരുദേവന്റെ സന്ദേശങ്ങൾ പഠിക്കുന്നത്, ഗുരുദേവന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നത്, ഗുരുദേവന്റെ ഉപദേശം കേൾക്കുന്നത് എന്തിനായിരിക്കണം? 50% നന്മകളും 50% തിന്മകളുമുള്ള മനസ്സിനകത്തേക്ക് ഏതിൻ്റെ അളവ് കുറച്ച് ഏതിൻ്റെ അളവ് കൂട്ടണം? തിന്മകളുടെ അളവ് കുറച്ച് നന്മകളുടെ അളവ് കൂട്ടണം. അപ്പോൾ ഒരു സംശയമുണ്ട്, എന്താ ഈ മനസ്സിലെ നന്മകള്, എന്താ ഈ മനസ്സിലെ തിന്മകള്? അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവോ? കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, അഹങ്കാരം, കുനിഷ്ട്, കാലുവാരല, കുന്നായ്മ. 9 എണ്ണം. അതായത് ലോകത്തിൻ്റെ, വ്യക്തിയുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതെല്ലാം മനസ്സിലെ തിന്മകളാണ്. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് എതിരായിട്ട് നിലനിൽക്കുന്നതെല്ലാം മനുഷ്യ മനസ്സിലെ തിന്മകളാണ്. സ്നേഹം, ബഹുമാനം, കടമ, കടപ്പാട്, കരുണ, ദയ മനസ്സിലെ നന്മകളാണ്. അപ്പൊ ഗുരുദേവന്റെ കൃതികൾ വായിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കണം? വേദം വായിച്ചിട്ടും പുരാണം വായിച്ചിട്ടും ഇതിഹാസം വായിച്ചിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ട് സാറേ. എൻ്റെ മനസ്സിനകത്തുള്ള അഹങ്കാരം കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് പണ്ടത്തെ പോലെ വാശിയൊന്നുമില്ല. വയസ്സായതുകൊണ്ടല്ല, ഇത് വായിച്ചതുകൊണ്ട്. ഇപ്പം പിന്നെ പണ്ടത്തെ മാതിരി ദേഷ്യമൊന്നും വരുന്നില്ല. എനിക്ക് കുറേ മെച്ചുവറായി. ഇപ്പം പിന്നെ ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്തിൽ നമ്മളാരും ശാശ്വതരല്ല. നമ്മളാരും ശാശ്വതരല്ല. പിന്നെ ഒന്നും കൂടി മനസ്സിലായി, വിശ്വാസം അതല്ലേ എല്ലാം. അതും മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇതൊക്കെ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് മനസ്സിലായി. ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഇങ്ങനെ കാണിക്കണമെന്ന് തോന്നി. അതായത് ഞാൻ വളരെ അങ്ങ് താഴ്ന്നു, നമിക്കിലുയരാം നടുകിൽ തിന്നാം എന്ന ലെവലിലേക്ക് കുമാരനാശാൻ എഴുതിയ വീണപൂവിൻ്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? ആ പുഷ്പമേ നീ അധികതുംഗവധത്തിൽ. ബാക്കിയുള്ള നിങ്ങൾക്കറിയാം. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ രാജ്ഞിയെ പോലെ വിരാജിച്ചിരുന്ന പുഷ്പത്തിൻ്റെ അവസ്ഥ വൈകുന്നേരം നോക്കിയപ്പോൾ അത് കൊഴിഞ്ഞ് വീഴാറായി. പിറ്റേ ദിവസം രാവിലെ വീണു. ഹേ മനുഷ്യ, നീയാകുന്ന പുഷ്പം ഇന്ന് അടിച്ച് പൊളിച്ച് ചിരിച്ച് വെല്ലുവിളിച്ച് വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും എല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവസാനം മനസ്സിലാവും ഇതൊന്നും എൻ്റെ അല്ല, ശരീരം പോലും എൻ്റെ അല്ല എന്ന് ഇന്നസെന്റ് പറഞ്ഞ മാതിരി മനസ്സിലാവും. ഇല്ലേ? അന്തനം എന്ന സിനിമയിൽ ഇന്നസെന്റ് പറയണില്ലേ, ഡബിൾ റോള്, കുമ്പിടി ഡബിളാണെന്ന്. അതേപോലെയാണ് ഒക്കെ ഡബിളാണ്. ഒന്നിവിടെ കിടക്കും, മറ്റൊന്ന് പോകും. അത്രയും കാലം ലിപ്സ്റ്റിക്കും പോൺസ് പൗഡറും ഈ കല്യാൺ സിൽക്ക് സാരിയും എല്ലാം ഉടുത്ത് 916 ഒക്കെ അടിഞ്ഞ് അവൾ നടന്നാൽ ഭൂമി കുലുങ്ങുന്നുള്ള പാട്ടും പാടിക്കൊണ്ട്
വീട്ടിലേക്ക് നടന്ന വ്യക്തിയുടെ ശരീരം ഇവിടെ കിടക്കുന്നു, ഡബിള് രണ്ടാമത്തേത് പോയി. ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് മനസ്സിലാവും? മനസ്സിനെ ഒന്ന് സമാധാനം കൊണ്ടുപോകണം. ആ സമാധാനത്തിലേക്ക് കൊണ്ടുപോയാൽ വേദവ്യാസൻ അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് യുദ്ധം ചെയ്യുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. പാണ്ഡവർ ഇപ്പുറത്ത്, അപ്പുറത്ത് കൗരവര്. സഞ്ജയൻ ചോദിച്ചു, മുത്തച്ഛന് വിഷമോ ഇല്ലേ? എനിക്ക് എന്ത് വിഷമം? നടക്കാനുള്ളത് നടക്കും, മുടിയാനുള്ളത് മുടിയും. അധർമ്മത്തിൻ്റെ പക്ഷത്തുള്ളവർ ധർമ്മത്തിൻ്റെ പക്ഷത്തിലേക്ക് മാറാൻ തയ്യാറില്ലെങ്കിൽ ഒടുങ്ങാനുള്ളത് പ്രകൃതി ഒടുക്കും മകനെ എന്നാണ് വേദവ്യാസം പറഞ്ഞത്. ഒടുങ്ങാനുള്ളത് പ്രകൃതി ഒടുക്കും. അതിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല, സർവൈവൽ ഓഫ് ദ ഗ്ലോറിയസ്റ്റ്. അതാണ് ഗുരുദേവന്റെ എല്ലാ കൃതികളും. ഞാൻ വീണ്ടും പറയുന്നു, മനസ്സിൽ മാറ്റം വരുത്തണം. ആ മനസ്സിൽ മാറ്റം വരുത്തുമ്പോഴാണ് വീട്ടിനകത്ത് ഒരു പ്രശ്നമില്ല. സാമ്പാറിന് ഉപ്പില്ല എന്നും പറഞ്ഞ് ഭർത്താവ് ഊണ് കഴിക്കാതെ പോയി. ഒരു വിഷമില്ല, ഉപ്പില്ലെങ്കിൽ എന്താ? ഇത്രയും കാലം ഉപ്പില്ലാണ്ട് അല്ലേ ഇന്ന് മാത്രം ഉപ്പില്ലെങ്കിൽ എന്താ? അല്ലെങ്കിൽ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ഉപ്പിട്ട് കഴിക്കണം. എന്തോന്ന് ഇത്രയധികം വഴക്കിടാൻ? അവനവനാണ് എന്തെല്ലാം എന്ന് ധരിക്കുമ്പോൾ പറ്റുന്നതാണ്. അത് മനസ്സിൻ്റെ തോന്നലാ, ശരീരത്തിൻ്റെ തോന്നലല്ല. ഈ അംബരീഷന്റെ ചരിതവും ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ജയിക്കുക മഹാദേവ, അങ്ങ് ഉയർന്നു നിൽക്കണം. എന്തിന്? ഞാൻ താഴ്ന്നു നിൽക്കുന്നവനാണെന്ന് ബോധ്യപ്പെടുത്താൻ. അങ്ങ് ഉയർന്നു നിൽക്കേണ്ടത് എന്തിനാണ്? ഞാൻ താഴ്ന്നു നിൽക്കുന്നവനാണെന്ന് ബോധ്യപ്പെടുത്താൻ. നിൻ പദം എനിക്ക് ആവിവൻ തോണിയാകണം. നിന്റെ ശിരസ്സല്ല എനിക്കാവേണ്ടത്. ഐ ആം ടച്ചിങ് യുവർ ഫൗണ്ടേഷൻ. നിന്റെ കാല് ഞാൻ സ്പർശിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിന് ആധാരമായ ദൈവത്തിൻ്റെ ആധാര പോയിന്റിൽ ഞാൻ സ്പർശിക്കുന്നു. താഴാൻ വേണ്ടി ഒരിക്കൽ താഴ്ന്നാൽ ഞാൻ ഒരു ചെറിയ വേറൊരു പോയിന്റിലേക്ക് വന്ന് തിരിച്ചു വരാം. ആ 20 മിനിറ്റ് തലയ്ക്ക് സുഖമില്ലാത്തവൻ കസേരയിൽ ഇരുന്നിട്ടും ഉമ്മൻചാണ്ടി പറഞ്ഞു, അവനെ ഒന്നും ചെയ്യണ്ട കേട്ടോ, വിട്ടേക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല വേറൊരുവരാണെങ്കിൽ അത് പറയുന്നത്. ആരായിരുന്നു എൻ്റെ സെക്യൂരിറ്റിയുടെ ചാർജ് എന്ന് അന്വേഷിച്ച് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമായിരുന്നു. സാരില്ല, 1-2 സീറ്റേ കൂടുതലുള്ളൂ, എന്നാ വീണേന്ന് അറിഞ്ഞൂടാ. അതേപോലെ ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. 2 വ്യത്യസ്ത രൂപത്തിലുള്ള ഒരേ ഭാവത്തിലുള്ള ആളെ കുറച്ച് നേരത്തെ അവിടെ ഇരുന്നു, ഇപ്പോൾ വേറൊരാളിരിക്കണം, കുറച്ച് കഴിഞ്ഞ് വേറൊരു വരും. ഏതിനൊക്കെ സുഖമുണ്ട് സുഖമില്ല എന്ന് അറിഞ്ഞൂടാ. അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരി വരണില്ലേ? എന്തുകൊണ്ട് ചിരി വരുന്നു? എന്തുകൊണ്ട് ദേഷ്യം വരുന്നില്ല? ഈ ചിരി വരാൻ കാരണം ഇതെല്ലാമാണ് പ്രപഞ്ച സത്യം. ആ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് നമ്മളോട് പഠിക്കാൻ ഗുരുദേവൻ പറഞ്ഞു. അതിഗഹനമായിട്ടുള്ളത് മുമ്പിൽ വെച്ച് ഗുരുദേവൻ തന്നു. ദർശനമാലയിൽ അതാണ് സത്യദർശനം, ഭാദർശനം, അസത്യദർശനം, ധർമ്മദർശനം. എന്തിന്? ഒരൊറ്റ കാര്യത്തിന്. ഇപ്പൊ പറയുന്ന വരി മറക്കരുത്. ബോർഡിൽ ഒരു വര വരച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വര മുറിക്കാതെ ചെറുതാക്കണം. പറ്റുമോ നിങ്ങൾക്ക്? ഒരു വര വരച്ചു, ആ വരയോട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വര മുറിക്കാതെ ചെറുതാക്കണം. എന്ത് ചെയ്യണം? അപ്പുറത്ത് വലിയ വര വരച്ചാൽ മതി. നമ്മുടെ പ്രശ്നം ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പുറത്ത് വലിയ ഒന്നിനെ കാണിക്കണം. അപ്പൊ മനസ്സിനകത്ത് വലിയ ഒന്ന് നിറച്ചാൽ നമ്മൾ ഈ ചെറിയ ട്രാഷ് കേസ്, അയാളെ കല്യാണത്തിന് താൻ എന്തിനാ ക്ഷണിച്ച്, അതുകൊണ്ട് ഞാൻ ബർലിൻ നായരുടെ വീട്ടിൽ പോയി, താൻ കല്യാണത്തിന് ക്ഷണിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു. ഈ ചീള് കേസൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് നാണോ ഇല്ലയെന്ന് ആരും ചോദിക്കാതിരിക്കാൻ കാരണം എന്താ? ഈ വര തന്നെ വലുതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്ത് വലുതിട്ടാൽ ഇപ്പുറത്ത് ചെറുതാവും എന്ന് ചിന്തിക്കാൻ പറ്റണില്ല. അതാണ് നമുക്ക് പറ്റിയത്. അതുകൊണ്ട് ഗുരുദേവൻ വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ നിന്ന സ്ഥലത്ത് നിൽക്കരുത്. ചരൈവേദി എന്ന് ശങ്കരാചാര്യ പറയാറുണ്ട്. മുമ്പോട്ട് പോവുക, പഠിച്ചതെല്ലാം പഠിച്ച് മുമ്പോട്ട് ചെന്ന്. നിങ്ങൾ സൂര്യ TV-യിലെ ഗുരുവായൂരപ്പൻ എന്ന സീരിയൽ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴല്ല, പണ്ടുണ്ടായിരുന്ന
അതിനകത്ത് തലമുടിയെല്ലാം ഇങ്ങനെ പാറിപ്പറിഞ്ഞ് ഒരു കുന്തവും പിടിച്ചോണ്ട് തഥക്കിം കിംവദൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. കണ്ടിട്ടില്ല? ഹിന്ദുക്കളായ സ്ഥിതിക്ക് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അതിൽ കിംവദൻ എന്ന് പറയുന്ന ഒരാൾ. എന്തൊരു അറിവിൻ്റെ റിഫ്ലക്ഷനാ! അങ്ങേരുടെ ഡ്രസ്സ് തന്നെ കണ്ടിട്ടില്ലേ? ഒരു പ്രത്യേകതയൊന്നും അതിനകത്തില്ല. എന്തുകൊണ്ട്? വലിയതൊന്ന് കിട്ടിയപ്പോൾ ചെറുതൊക്കെ ഇൻഫിനിറ്റെസിമലി സ്മോളാക്കി. നമ്മൾ പറയാറില്ലേ, നമ്മുടെ വീടുകളിലൊക്കെ എൻ്റെ അച്ഛൻ മരിച്ചു, 84-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ പേര് വാസുദേവൻ. വാസുദേവൻ എന്തിനാ കരയണേ വാസുദേവ? മരണം എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പോഴും ചേട്ടൻ കരഞ്ഞു. മരണത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ചേട്ടൻ കരഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു, വാസുദേവൻ അറിയാമല്ലോ, അപ്പുറത്തെ വീട്ടിലെ നന്ദകുമാർ, അയാളുടെ അച്ഛൻ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? 32-ാമത്തെ വയസ്സിൽ. അന്ന് നന്ദുവിന് എത്ര വയസ്സുണ്ട്? കഷ്ടിച്ച് 4 വയസ്സ്. വാസുദേവന്റെ അച്ഛൻ എത്ര വയസ്സിലാണ് മരിച്ചത്? 84-ാമത്തെ വയസ്സിൽ. ഏതാ കൂടുതൽ ദുഃഖകരം? ചേട്ടൻ്റെ കരച്ചിൽ നിന്നു. കാരണം 84 വയസ്സിൽ ഒരാൾ മരിക്കേണ്ട പ്രായമായി, മറ്റേ 32 വയസ്സിലാണ്. അത് മരിക്കേണ്ട പ്രായമായിട്ടില്ല. അപ്പൊ ഈ ദുഃഖത്തിന്റെ മുമ്പിൽ വലിയൊരു ദുഃഖം എടുത്തിട്ടപ്പോ ഈ ദുഃഖം കുറഞ്ഞു വന്നു. ദുഃഖം ഇല്ലാതെയല്ല, ഇന്റൻസിറ്റി കുറഞ്ഞു. ഇതാണ് ഓരോ വരിക്കകത്തും നിങ്ങൾ ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോൾ ഉപനിഷത്തിന്റെ അവസാനത്തെ വാക്കിൽ പറയുന്നു, ഈശ്വരൻ എന്ന് പറയുന്നത് നതത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാഷ വിശ്വമിതം വിഭാതി. വലിയൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ എടുത്തു തന്നിരിക്കുകയാണ്. വലിയൊരു ചിന്ത എന്തായിരുന്നത്? നതത്ര സൂര്യോ ഭാതി. പരമമായ പരബ്രഹ്മ ചൈതന്യത്തിന്റെ മുമ്പിൽ സൂര്യപ്രകാശം ഒന്നുമല്ല. സൂര്യൻ കത്തിജ്വലിക്കുന്ന സൂര്യൻ ഒന്നുമല്ല. ചന്ദ്ര താരകം, ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നുമല്ല. നേമാ വിദ്യുതോ ഭാന്തി, ഇടിമിന്നലിന്റെ മിന്നൽ പിണര് ഈശ്വര ചൈതന്യത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. തമേവ ഭാന്തം, അത് തന്നെത്താനെ പ്രകാശിക്കുന്നു. തസ്യ ഭാഷ വിശ്വമിതം വിഭാതി, അതിൻ്റെ പ്രകാശം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഋഷിവര്യൻ കാണിച്ചു തന്നത് ഒരു വലിയ ഈശ്വര പ്രതിഭാസത്തെയാണ്. വലിയ പ്രതിഭാസത്തെയാണ്. ഈ ലോകത്തിലുള്ള സർവ്വതും അതിനേക്കാൾ താഴെയാണ്. എന്നിട്ട് നീയാണ് യതോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏനവാ ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. സാധിക്കുമെങ്കിൽ ബൈഹാർട്ടാക്കേണ്ട വരികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒരു ബണ്ടിൽ നോട്ടീസ് ഞാൻ അയച്ചു തരാം. വേദത്തിലെ വരികൾ ബൈഹാർട്ടാക്കേണ്ടത്. അത് പഠിച്ചാൽ ഗുരുദേവന്റെ ഈ വരികൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏതിൽ നിന്നാണോ സർവചരാചരങ്ങളും ഉണ്ടായത്? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, ഈ സർവചരാചരങ്ങളും ഏതിൽ നിന്നാണോ ഉണ്ടായത്? ഏനവാ ജാതാനി ജീവന്തി, ഏതൊന്ന് കാരണമാണോ സർവ്വതും നിലനിൽക്കുന്നത്? യത് പ്രയന്തി അഭിസംവിശന്തി, ഏതൊന്നിലേക്കാണോ അന്ത്യത്തിൽ ഇതെല്ലാം ചെന്നു ചേരുന്നത്? തത് വിജിജ്ഞാസസ്വ. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം, ഏതിൽ നിന്നാണോ സർവചരാചരങ്ങളും ഉണ്ടായത്, ഏത് കാരണമാണോ സർവചരാചരങ്ങളും നിലനിൽക്കുന്നത്, ഏതിലേക്കാണോ അന്ത്യത്തിലെല്ലാം ചെന്ന് ചേരുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. മായയും മായാവിയും മായാവിനോദനം. കമ്പാരിസൺ മനസ്സിലാവുന്നുണ്ട്. ശരിക്കും വേദത്തിന്റെ വരികളാണ് ദൈവദശകത്തിൽ. അത് ഒരെണ്ണം എടുത്താൽ മതി, അത് മുഴുവൻ പഠിച്ചാൽ മതി. ധൈര്യമായിട്ട് കോളറ് മുകളിലേക്ക് ഇട്ടുകൊണ്ട് പറയാൻ സാധിക്കും, എനിക്ക് ഭാരതീയ പൈതൃകം അറിയാം. അവിടെ വെച്ച് നിർത്തിയേക്കരുത്, മുമ്പോട്ട് പോകണം. അപ്പൊ യഥാർത്ഥത്തിൽ വലിയൊരു ഈശ്വരനെ മുമ്പിലിട്ടപ്പോൾ ചെറിയൊരു മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളല്ലാതെയായി. ചെറിയ ചെറിയ കാര്യത്തിൽ മനസ്സ് വ്യവഹരിക്കില്ല. അപ്പൊ മനസ്സിനെ അഹങ്കാരത്തിൽ നിന്നും വാശിയിൽ നിന്നും പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും പുറകോട്ട് കൊണ്ടുവരാൻ എളുപ്പം. ഹേ മനുഷ്യ, നീ ലോകത്തിൽ ടെമ്പററിയാണ്.
നീ ചെറിയൊരു പ്രതിഭാസമാണ്, നീ ആത്യന്തികമല്ല, നീ ശാശ്വതമല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നീ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഭാരം കുറയും, ഹാർട്ട് അറ്റാക്ക് വരില്ല. എന്താ കാരണം? ഇപ്പൊ ശരീരം ഇങ്ങനെ വലുതായി വലുതായി. ഈ താഴത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഉത്തരം പറഞ്ഞില്ലേ, 1.5 കിലോമീറ്റർ പോയാൽ മതി എന്നിങ്ങനെ ഉയർന്ന് നിന്ന പട്ടുവസ്ത്രമൊക്കെ എടുത്ത് പറഞ്ഞില്ലേ, അപ്പൊ കൈ ഇങ്ങനെ കാണിച്ചില്ലേ? അർത്ഥം മനസ്സിലായില്ലേ? 2-3 ചേർത്താ ഞാൻ പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ സാധാരണക്കാരനാണെന്നൊരു ഫീലിംഗ് മനസ്സിലുണ്ടായാൽ, മനസ്സിലെ തിന്മകളുടെ അളവ് 50% നിന്ന് 40, 30, 20 ആയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. 20 വരെ തിന്മകളാവാം, കാരണം അതെല്ലാവർക്കും ഉണ്ട്. 80 വരെ നന്മകൾ. അതെത്ര പേർക്ക് ഇപ്പോൾ ഉണ്ട്? രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ചോദിക്കാം, നിന്റെ മനസ്സിനകത്ത് എത്ര വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ് ഉണ്ടെന്ന് ചോദിക്കാം. വേറെ ആരും കേൾക്കണ്ട, അവനവനോട് ചോദിക്കാം, എണ്ണി ചോദിക്കാം എത്ര വാശിയുണ്ട്. അപ്പോൾ മനസ്സിലാവും, കൃത്യം ഉത്തരം കിട്ടും. അസൂയ എത്രയുണ്ട്, ഇങ്ങനെ കുറെ ദേഷ്യം എത്രയുണ്ട്. ഇതെല്ലാം ഇനി മാറണ്ടേ? എങ്ങോട്ട് മാറണം? സ്നേഹം, ബഹുമാനം, കരുണ അതിലേക്ക് മാറുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകൾ നന്മ നിറഞ്ഞതാവും. ചിന്തകൾ നന്മ നിറഞ്ഞതായാലുള്ള ഗുണം എന്താ? വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇന്ന് രാവിലെ 5 മണിക്കാണ് ഞാൻ താമസിച്ച വീട്ടിൽ. ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. 5 മണിക്ക് ഞങ്ങൾക്കൊരു കോഫി കൊണ്ടു തന്നു. അദ്ദേഹം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്തൊക്കെയാ നടക്കണേ ഗോപാലേഷ? 5 മണിക്ക്, 5 ആയിട്ടില്ല, 4:45. പത്മനാഭസ്വാമി ക്ഷേത്രം എൻ്റെ പരിധിയിൽപ്പെടുന്നതല്ലല്ലോ പ്രൊഫസർ സാറേ, അത് കാരണം ഞാൻ എന്തിനാ അതെൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നടക്കണം? അത്രയേ ഉള്ളൂ. അതിനേക്കാളും കൂടുതൽ എന്താ അല്ലേ? ഞാനല്ല പ്രശ്നം വെച്ചത്, ഞാനല്ല കോടതിയിൽ പോയത്, ഞാനല്ല അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഗോപാലേഷൻ, ഈ നാട്ടിൽ മൊത്തം കള്ളന്മാരല്ലേ? ഞാനല്ല. അത്ര ചിന്തിച്ചാൽ പോരെ? ഇവരൊക്കെ മൊത്തം കള്ളന്മാരാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തിനത് അന്വേഷിച്ചു പോകണം? തൃശ്ശൂർ മഴുവഞ്ചേരിയിലെ കർക്കടകത്തിലെ കർത്തവാവിന് പിതൃകർമ്മം നടത്തുമ്പോൾ 4:30 മണിക്ക് ആദ്യത്തെ ബാച്ചിരുന്നു. 4:10 ഹൈവേ മൊത്തം ബ്ലോക്ക്. അവിടുത്തെ SI വന്ന് നമ്മുടെ അമ്പലത്തിനകത്തിരിക്കുന്ന കൃഷ്ണമൂർത്തിയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ എന്താ കാണിക്കുന്നത്? അവിടെ എന്താ? മൊബൈലിൽ വിളിച്ചു. SI ചോദിച്ചു. കാരണം റോഡ് മുഴുവൻ ട്രാഫിക് ബ്ലോക്ക്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന റോഡ് 4.5 കിലോമീറ്റർ ട്രാഫിക് ബ്ലോക്ക്. നിങ്ങളവിടെ എന്താ കാണിക്കുന്നത്? കൃഷ്ണമൂർത്തി ശാന്തമായിട്ട് പറഞ്ഞു, മൈക്കിലൂടെ കേൾക്കണില്ലേ മന്ത്രം, അതാ ഇവിടെ കാണിക്കണത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊന്ന് വേഗം തീർത്ത് വിടാൻ പറ. 35 മിനിറ്റ് എല്ലാവർക്കും വേണം, അതങ്ങനെ തീർത്ത് വിടാനുള്ളതൊന്നും അല്ല. അപ്പൊ SI ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? മൊത്തം ട്രാഫിക് ജാമാണ്. കൃഷ്ണമൂർത്തി തിരിച്ചു പറഞ്ഞു, റോഡ് മഴുവഞ്ചേരി അമ്പലത്തിന്റെ കീഴിലല്ല, അത് കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ കീഴിലാ. അവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കേണ്ടത് അമ്പലത്തിലെ പൂജാരിയല്ല, വേണമെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് തിരിച്ചു പറഞ്ഞു. അപ്പോൾ SI ചോദിച്ചു, ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക്? ഞാനിങ്ങനെ വിരട്ടിയാൽ ഭയപ്പാട്. ഞാൻ എന്തിനു ഭയപ്പെടണം? നിങ്ങൾ വിരട്ടേണ്ടത് പുറത്തുള്ളവനെ, എന്നെയല്ല വിരട്ടേണ്ടത്. കാറ് മര്യാദയ്ക്ക് കൊണ്ടുപോകേണ്ടതും വെക്കേണ്ടതും നോക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വം. ഈ 4 മണിക്ക് നിങ്ങൾ കർമ്മം തുടങ്ങിയാൽ എങ്ങനെയാ? അടുത്ത വർഷം 3 മണിക്കാണ് തുടങ്ങാൻ പോണേ. കാരണം അത്ര ആൾക്കാരുണ്ടേ. അപ്പം 3 മണിക്ക് തുടങ്ങാതെ പറ്റില്ല. നമുക്കൊരു വളരെ സ്റ്റെബിലിറ്റി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആൾ വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളല്ല, +1 പോലും തോറ്റ ആളാണ്. ഞാൻ പറയുന്നത്, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ മനസ്സൊന്ന് താഴ്ത്താൻ സാധിച്ചാൽ അപ്പം നിങ്ങൾക്ക് കൈകൂപ്പി പറയാൻ സാധിക്കും, ഗുരുദേവൻ്റെ ചിന്തകൾ എന്നെ സ്വാധീനിക്കുന്നു, രചനകൾ എന്നെ സ്വാധീനിക്കുന്നു, ഗുരുദേവൻ്റെ കർമ്മം എന്നെ സ്വാധീനിക്കുന്നു, ഗുരുദേവൻ ജീവിച്ച രീതി എന്നെ സ്വാധീനിക്കുന്നു. ഗുരുദേവൻ അങ്ങ് ഉയർത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഗുരുദേവനിലേക്ക് പ്രയാണം ചെയ്യാനുള്ള പ്രചോദനമുണ്ട്. അതാണ് ഇന്നലത്തെ എന്നെ ഇന്നത്തെ ഞാനും, ഇന്നത്തെ എന്നെ നാളത്തെ ഞാനുമാക്കി മാറ്റുന്നത്. മനസ്സൊന്ന് താഴ്ന്നു
മനസ്സിനെ സിംപ്ലിഫൈ ചെയ്തു. വേദങ്ങളെപ്പോലെ ഗുരുദേവന്റെ സന്ദേശങ്ങൾ, പുരാണങ്ങളെപ്പോലെ ഗുരുദേവന്റെ വിവരണങ്ങൾ, ഇതിഹാസങ്ങളെപ്പോലെ ഗുരുദേവന്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായി, ചിന്തകൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായി. കർമ്മങ്ങൾ തീരുമാനിച്ചു. വെട്ടിയ ഇറച്ചി ചോര ഒലിക്കുന്നത് ഞാൻ കഴിക്കില്ലെന്ന് തീരുമാനിച്ചു. രാവിലെ എൻ്റെ വീട്ടിലേക്ക് ശവം കൊണ്ടുവരണ്ടെന്ന് തീരുമാനിച്ചു. ബീവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കണ്ടെന്ന് തീരുമാനിച്ചു. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ തലയ്ക്ക് ഒഴിഞ്ഞ് ഞാൻ ഒരു സ്ഥലത്ത് ഇന്നലെ ഒഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടത്തിലുള്ള അയ്യപ്പൻകുട്ടി പറഞ്ഞു, ഒരു 3 പ്രാവശ്യവും കൂടി ഒഴിഞ്ഞ് കാണിക്കണമെന്ന്. ഒഴിഞ്ഞ് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് കൈക്കൂലി ആരും ആർക്കും കൊടുക്കാം. നന്നായി വരട്ടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൈക്കൂലി കൊടുക്കോ? ഞാൻ എൻ്റെ സ്കൂളിൻ്റെ 5ാമത്തെ നില കെട്ടാൻ 20,000 രൂപ കൈക്കൂലി കൊടുത്തു. ഞാനും അതേപോലെ പ്രാർത്ഥിച്ചിട്ടാ കൊടുത്തേ, മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടാ. അല്ലാതെ ഞാൻ നല്ല മനസ്സോടുകൂടി കൈക്കൂലി കൊടുക്കില്ല. അനീ തയ്യലും മന്നത്ത് പത്മനാഭനും പറഞ്ഞത് അത് തന്നെയാണ്. കൈക്കൂലി മേടിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയാം, കൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ കൈക്കൂലി വാങ്ങിക്കരുത്, നിങ്ങൾ ഡെഡ് ബോഡി കഴിക്കരുത്. ബെർണാഡ് ഷാ പറഞ്ഞതുപോലെ, ഐ ഡു നോട്ട് വാണ്ട് ടു മേക്ക് മൈ സ്റ്റൊമക് ദ ബറിയൽ ഗ്രൗണ്ട് ഓഫ് ഡെഡ് ബോഡി. എൻ്റെ സ്റ്റൊമക്ക് ബറിയൽ ഗ്രൗണ്ട് ഓഫ് ഡെഡ് ബോഡി, ശവത്തിൻ്റെ ബറിയൽ ഗ്രൗണ്ട് ആക്കാൻ ആഗ്രഹമില്ല. ഗുരുദേവൻ പറഞ്ഞു, അമ്മയുടെ പാല് കുടിച്ച് അമ്മയുടെ ശരീരം കഴിക്കുന്നുണ്ടോ മകനെ എന്ന്. പശുവിൻ്റെ പാല് കുടിച്ചാൽ ഇറച്ചി കഴിച്ചുകൂടെ എന്ന് ചോദിച്ചവനോട് ഗുരുദേവൻ്റെ എല്ലാ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ നോൺ വെജിറ്റേറിയൻ ഇത്ര ഭംഗിയായിട്ട് ചെയ്തു. പകർത്താൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ കൈ ഉയർത്താനൊന്നും പറയണില്ല. ഏതായാലും ഇന്നു മുതൽക്ക് ലിക്കറ് ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത്. ഗോപാലകൃഷ്ണനോടല്ല ഗുരുദേവൻ പറഞ്ഞത്, ഉറപ്പാ. ഇത് 3 ഞാൻ ചെയ്യണില്ല. അപ്പൊ പിന്നെ ചെയ്യുന്നവരോടാ പറഞ്ഞത്. മാറ്റിക്കൂടെ? വിഷമമുള്ള കാര്യമാണോ? ഒരു വിഷമവും ഇല്ല. അതേപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണം, ബുദ്ധിമുട്ടുള്ളതല്ല. വിദ്യയാമൃതമശ്നുതേ വിദ്യാം ച അവിദ്യാം ച സ്തദ്വേദ വയം സഹ അവിദ്യയാ മൃത്യം തീർത്വാ വിദ്യയാമൃതമശ്നുതേ. യജുർവേദത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്ന മന്ത്രം ഗുരുദേവൻ പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കുക. വേദം പറയുന്നു. എവിടെ വ്യത്യാസം? കർമ്മനിരതനാവുക, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാവുക. എന്ത് പറഞ്ഞിരിക്കുന്നു? ഭാരതത്തില് പുരുഷാർത്ഥങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നു, ധർമ്മ അർത്ഥ കാമ മോക്ഷം. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സമ്പന്നൻ. അർത്ഥം സമ്പത്ത് നേടുക ധാർമ്മിക രീതിയിൽ. ഇവിടെ ഗുരുദേവൻ പറഞ്ഞു, നല്ല രീതിയിൽ വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാവുക. ധനമഗ്നർധനം വായോർ ധനം സൂര്യോ ധനം വസോ ധനമിന്ദ്രോ ബൃഹസ്പതിർ വരുണം ധനമശ്നുതേ. എല്ലാത്തിനെയും ധനമാക്കി മാറ്റുക. വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധി നേടുക. സംഘടനാശക്തി കൊണ്ട്, ഐക്യത്തിലൂടെ സംഘടനാശക്തി കൊണ്ട് നല്ല രീതിയിൽ ഉയരാൻ പറഞ്ഞ ആ വരി സംഘേ ശക്തി കലൗ യുഗേ. ഇതിഹാസത്തിൽ പറയുന്നു, സംഘടനാശക്തിയാണ് കലിയുഗത്തിൽ ഏറ്റവും നല്ലത്. ഒരു വരി ഭാരതീയ പൈതൃകവുമായി ബന്ധമില്ലാത്തത് ഗുരുദേവൻ പറഞ്ഞിട്ടില്ല. ഭാരതീയ പൈതൃകത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ അടിവേരുകളിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. എന്താ കാരണം? അത്ര വിശാലമാണ്. പക്ഷേ ഈ ഗ്രന്ഥത്തിലൂടെ, വരികളിലൂടെ പോയാൽ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോയി, ചിന്തയെ നന്മയിലേക്ക് കൊണ്ടുപോയി, കർമ്മത്തെ നന്മയിലേക്ക് കൊണ്ടുപോയാൽ ആ കർമ്മത്തിൻ്റെ ബലത്തിന്, കർമ്മബലത്തിന് 2 പേരുണ്ട്, പാപം, പുണ്യം. നല്ല കർമ്മബലത്തിൻ്റെ പേര് പുണ്യം, ചീത്ത കർമ്മബലത്തിൻ്റെ പേര് പാപം. കർമ്മബലത്തിൻ്റെ പ്രതിഫലത്തിനൊരു പേരുണ്ട്, പുണ്യത്തിൻ്റെ പ്രതിഫലം സ്വർഗം, പാപത്തിൻ്റെ പ്രതിഫലം നരകം. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒന്ന് പതുക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പറയട്ടെ. ദുഷ്ടമനസ്സ്, ദുഷ്ചിന്തകള്, പാപകർമ്മം, പാപം,
നരകം. നേരത്തെ പറഞ്ഞ അതേ വാക്ക് മാറ്റി പറഞ്ഞേ ഉള്ളൂ. ദുഷ്മനസ്, ദുഷ്ചിന്തകള്, പാപകർമ്മം, പാപം, നരകം. സന്മനസ്, ബൈബിളിൽ പറയുന്നു സന്മനസ്സുള്ളവന് സമാധാനം. എത്ര ക്രിസ്ത്യാനികൾക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും സന്മനസ്, സത് ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. നരകം ഭൂമിക്കടിയിലുമല്ല, സ്വർഗം ആകാശത്തിന്റെ മുകളിലുമല്ല. എന്താ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഉറപ്പിച്ചു പറയണത്? 965 റോക്കറ്റ് അമേരിക്കക്കാർ വിട്ടിട്ട് ഒന്നും സ്വർഗത്തിൽ ഇടിച്ചിട്ടില്ല. 965 റോക്കറ്റ് ഇവിടുന്ന് വിട്ടിട്ട് സ്വർഗം മുകളിലാണെങ്കിൽ ഇടിക്കണ്ടേ? ഇടിച്ചിട്ടില്ല. എന്താ കാരണം? മുകളിലല്ല സ്വർഗം. അപ്പൊ എവിടെയാ സ്വർഗം? നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, അല്ലാഹു ഈ വീടിന്റെ നിത്യ സന്ദർശകൻ, യഹോവ ഈ വീടിന്റെ നാഥൻ, ബ്രാക്കറ്റില് ചുവട്ടില് ഞാൻ കുളമാക്കിയ വീടിന്റെ. അതുകൂടി എഴുതിയാലേ മുകളത്തെ വരിക്ക് അർത്ഥമുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെല്ലാ ഉത്തരവാദിത്വം ഗുരുവായൂരപ്പനെയും യഹോവയെയും അല്ലാഹുവിനെയും ഏൽപ്പിച്ച് നമുക്ക് അവരുടെ ഉത്തരവാദിത്വം നമുക്ക് പുണ്യം തന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത് ജഡ്ജിയായിട്ടാ, എന്നെ സഹായിക്കാൻ പോലീസുകാരെ ഇരുത്തിയിരിക്കണമായി. എന്തൊരു അബദ്ധധാരണയാ! ഈ ധാരണകൾ മാറണമെങ്കിൽ ഒന്ന് ഗുരുദേവന്റെ സന്ദേശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, പദാനുപദം അർത്ഥം പഠിക്കലല്ല ഗുരുദേവന്റെ സന്ദേശങ്ങൾ പഠിക്കല്. പദാനുപദം അർത്ഥം പഠിക്കാൻ വലിയ വിഷമമൊന്നുമില്ല, അതിനെ അങ്ങോട്ട് വികസിപ്പിക്കണം. ആ ഇൻഫർമേഷനെ നോളജാക്കി, നോളജിനെ വിസ്ഡമാക്കി, വിസ്ഡത്തിനെ എക്സ്പീരിയൻസ് ആക്കി മാറ്റുമ്പോഴാണ് നമ്മളായി തീരുന്നത്. അപ്പം മനസ്സിലാവും, ഈശ്വരന് കൈക്കൂലി കൊടുത്താൽ എൻ്റെ പാപം തീരില്ല. അമ്പലത്തിലേക്ക് പോകണ്ടെന്നല്ല, വഴിപാട് കൊടുക്കണ്ടെന്നല്ല, തന്ത്രത്തിൽ പൂജിക്കണ്ടെന്നല്ല, അതെല്ലാം പഞ്ചമഹായജ്ഞത്തിൻ്റെ ഭാഗം. അതെല്ലാം പഞ്ചമഹായജ്ഞത്തിൻ്റെ ഭാഗം. വഴിപാട് കൊടുക്കുന്നത് അർഹതയില്ലാത്തത് കിട്ടാനല്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ചോദിച്ചത് കിട്ടാനല്ല, അർഹതയുള്ള സമയത്ത് തരയണമേ. അർഹത ഉള്ള സമയത്ത് തരയണമേ എന്നാണ് ഈശ്വരനോടുള്ള പ്രാർത്ഥന വേണ്ടത്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചത് തരണമേ എന്നാണ്. ചോദിച്ചത് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടില്ല. ഞാൻ സിമ്പിൾ ഉദാഹരണം പറയാം. എൻ്റെ സ്കോർപിയോ വണ്ടി ചുവട്ടിലുണ്ട്. ആ വണ്ടിയിൽ 5 ലിറ്റർ ഡീസൽ ഒഴിച്ച് ഒരു 100 രൂപ ഭണ്ണാരത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഇത് തിരുവനന്തപുരം വരെ പോകണമേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ പോവോ? പോവില്ല. 5 ലിറ്ററേ ഒഴിച്ചിട്ടുള്ളൂ, കോട്ടയം വരെ പോവില്ല. അതെന്താ കാരണം? ഞാൻ വഴിപാടിന് കൊടുത്തില്ലേ. ഈശ്വരനല്ല ഇതിന് പെട്രോളും ഡീസലും ഒഴിക്കേണ്ടത്. അപ്പൊ അർഹിച്ചത് തരയണമേ. വളരെ നല്ലത്. അർഹിച്ച സമയത്ത് ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, സുഖമുണ്ട്, കരച്ചിലുണ്ട്, ചിരിയുണ്ട്. ഇതെല്ലാമുള്ള ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ചു കൊണ്ട് പോകുമ്പോൾ തളരാതെ, തകരാതെ, വരളാതെ വളരാൻ ഈശ്വര അനുഗ്രഹിക്കണമേ. ഇതേ നമ്മുടെ വേദങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഇതേ പുരാണങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഇതേ ഇതിഹാസങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഉപനിഷത്തുക്കൾ അതല്ല പറഞ്ഞിരിക്കുന്നത്. അത് പരമമായ സത്യത്തിലേക്ക് പോകാൻ. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ആ ലെവലിലേക്ക് പോകാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇവിടെ നിന്ന് നോക്കിയാൽ പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ എൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് ഉപനിഷത്തിന്റെ വരികൾ പറയാം, ഉപനിഷത്തിന്റെ അർത്ഥവും മനസ്സിലാക്കാം, ലെവലിലേക്ക് എത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, പഠിക്കുന്നതിൻ്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തി 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 അപ്പുറത്തേക്ക് എത്തുമ്പോൾ ആത്മോപദേശ ശതകം പഠിക്കാനുള്ള ലെവലെത്തിയാൽ അത് അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ആ ലെവല് വരെ അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും തോന്നും ഇതൊക്കെ പ്രായോഗികമാണോ എന്ന്.
LKGയും ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും പഠിക്കുന്ന വ്യക്തിക്ക് കെമിസ്ട്രി മൊത്തം പറഞ്ഞു കൊടുത്താൽ, MSc ലെവലിൽ പറഞ്ഞു കൊടുത്താൽ അവന് എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവൻ BSc കഴിയട്ടെ, BSc കഴിഞ്ഞിട്ട് MScയിലേക്ക് പോകട്ടെ എന്ന് പറയാൻ കാരണം അതാ. അതുകൊണ്ട് ഗുരുദേവൻ്റെ ബാക്കിയുള്ളതെല്ലാം പഠിക്കുക, ചെറിയ 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 കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് അടുത്ത ലെവലിലേക്ക് പഠിച്ചാൽ ജീവിതത്തിൽ പകർത്തണം. അത് നിർബന്ധം. പകർത്താൻ പറ്റാത്തത് പഠിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഭാരതീയ ദർശനങ്ങളെല്ലാം പറയുന്നു, എല്ലാം നമ്മളോട് പറയുന്നു, ജീവിതത്തിൻ്റെ നന്മകളെ ഉയർത്താനും മനസ്സിൻ്റെ നന്മകളെ ഉണർത്താനും മനസ്സിലും ജീവിതത്തിലുമുള്ള തിന്മകൾ കുറയ്ക്കുമ്പോഴാണ് സുഗതി എത്ര ഭവതി തത്രയേവ സ്വർഗ. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ദുഃഖങ്ങളും വേദനകളും തടസ്സങ്ങളും ഇല്ലാതെ വരുന്നൊരവസ്ഥയുണ്ടാവും. അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അറ്റാച്ച്മെൻറ്റുകൾ കുറയ്ക്കുക. നിങ്ങളോട് ഇപ്പോൾ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല, ബന്ധങ്ങൾ കുറയ്ക്കാൻ പറയണില്ല, ബന്ധനങ്ങൾ കുറയ്ക്കുക. ഇപ്പം നമ്മൾ പലതിനോടും ബന്ധിച്ചിരിക്കുക. എൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനേ പറ്റില്ല, അങ്ങനെയൊന്നും ഇല്ല ഈ ലോകത്തില്. ഭർത്താവില്ലെങ്കിൽ ജീവിക്കാനേ പറ്റില്ല, അങ്ങനെയുമില്ല. എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? അതുമില്ല. ഇതെല്ലാം ടെമ്പററിയാ. ബന്ധം വേണം, പരിധിക്കപ്പുറം ബന്ധനം വേണ്ട. ഞാൻ ആത്മീയതയുടെ ദൃഷ്ടിയിലല്ല പറയുന്നത്. കേരളത്തിൽ ഇത്രയും അധികം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ കാരണം ബന്ധനങ്ങളാവുന്നു. ഇത്രയും അധികം ആത്മഹത്യ. ഒരുവൻ ബൈക്ക് കൊണ്ടുപോയിട്ട് സൈഡിൽ വെച്ചിട്ട് റെയിൽവേയിലേക്ക് ചാടി മരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ബൈക്കിൽ സുഖമായിട്ട് വന്നു, നേരെ സൈഡിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ വെച്ച് നേരെ ട്രെയിൻ വരുന്നതിൻ്റെ നടുക്ക് നിന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ. എന്തുകൊണ്ടാ? മനസ്സിലുണ്ടായ ഏതോ ബന്ധനത്തിൻ്റെ കെട്ടിമുറുക്കൽ കൂടിയപ്പോൾ മരിച്ചാൽ മതി എന്ന് തോന്നി. മരിക്കാൻ ഇത്ര വിഷമമൊന്നുമില്ല, ജീവിക്കാനാ വിഷമം. മരിക്കാൻ എളുപ്പം, ഒരു വിഷമവും ഇല്ല. ഞാൻ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞുതരാം സ്വകാര്യമായിട്ട്. യഥാർത്ഥത്തിൽ ജീവിക്കാനാ ബുദ്ധിമുട്ട്. ആ വെല്ലുവിളി ഏറ്റെടുക്കണമെങ്കിൽ ആത്മീയത വേണം, ഭൗതികത വേണം, ശാസ്ത്രം വേണം, അന്ധവിശ്വാസങ്ങൾ ദുരാചാരങ്ങൾ കുറയണം, സദാചാരങ്ങളും നന്മകളും കൂടുമ്പോൾ അപ്പം മനസ്സിലാവും ജഗതീശ്വരൻ തന്നിരിക്കുന്ന ഒരു ജന്മം വേസ്റ്റാക്കരുത്. നമുക്കിപ്പം കിട്ടിയ ജന്മം വേസ്റ്റാക്കരുത്, നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതാണ് ഗുരുദേവൻ കാണിച്ചു തന്നത്. ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, ജനങ്ങളിൽ മാറ്റം വന്നപ്പോൾ ക്ഷേത്രം സ്ഥാപിക്കൽ മതി എന്ന് മനസ്സിലാക്കി. ആദ്യം സാധാരണക്കാർക്കുള്ള കീർത്തനങ്ങൾ എഴുതി, പിന്നെ ആത്യഗഹനമായിട്ടുള്ളത് എഴുതി. മാറ്റമല്ലേത്? ആശ്രമങ്ങൾ സ്ഥാപിച്ചു. മറ്റാശ്രമങ്ങൾ പോലെ ആയാൽ പോരാന്ന് പറഞ്ഞു. എന്നിട്ട് ആശ്രമങ്ങൾക്ക് എഴുതി കൊടുത്തു, തീർത്ഥാടനം അമർനാഥിലേക്കും കൈലാസത്തിലേക്കുമുള്ള തീർത്ഥാടനം പോലെ ആയാൽ പോരാ, മറിച്ച് പഠിക്കാനുള്ള അവസരമാക്കണം അത് എന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. ശിവഗിരി തീർത്ഥാടനത്തിൽ എത്രയാ കച്ചവടം! അതാണോ ശിവഗിരി തീർത്ഥാടനം? അടിമുടി മാറണ്ടേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ ശിവഗിരി തീർത്ഥാടന ദിവസം അത് ശാന്തമായ ഒരു കൈലാസം പോലെ ആവണം. ഇത് കേറുമ്പോൾ കാണുന്നത് മുസ്ലിം ബുക്ക് സ്റ്റാള്, ഇസ്ലാമിക മതം പ്രചരിപ്പിക്കാനുള്ള ബുക്ക് സ്റ്റാള്, തൊട്ടപ്പുറത്ത് മിർച്ചി ബജ്ജി, അപ്പുറത്ത് പൊരി. ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ശിവഗിരി തീർത്ഥാടനം ഇതാണെന്ന് എനിക്ക് തോന്നണില്ല. അതല്ല, ആ പ്രദേശം മൊത്തം അതൊക്കെ ഓപ്ഷൻ ചെയ്ത് ലേലം ചെയ്ത് കാശുണ്ടാക്കുകയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ല വഴികൾ കാശുണ്ടാക്കാനുണ്ട്. ഞാൻ പറയേണ്ട ഏതാന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ശിവഗിരി തീർത്ഥാടനത്തിനെ കുറിച്ച് കമന്റ് പറയാൻ യോഗ്യതയുള്ളവനല്ല ഗോപാലകൃഷ്ണൻ. മാറണം. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുള്ളത്, ഈ സെപ്റ്റംബർ 1-ാം തീയതി വിനായക ചതുർത്ഥിയാണ്. ഈ വിനായക ചതുർത്ഥിക്ക് 1000-ഉം 10,000-ഉം നാളികേരം അഗ്നിയിലിട്ട് കത്തിക്കല്ലേ. 2-3 നാളികേരം കൊണ്ട് ഗണപതി ഹോമം നടത്തി ബാക്കി നാളികേരം പ്രസാദമായിട്ട് കൊടുക്കുക. അമ്പലങ്ങളില് അടിച്ച് കലക്കി ഈ വെടിക്കെട്ട് എത്രയാ? ഇനി ഞാൻ ഉത്രാളിക്കാവിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ അദ്ദേഹം പറയാ 3/4 കോടി രൂപയുടെ വെടിക്കെട്ട്